മലയാളം പോലെ തന്നെ ചേച്ചിക്ക് കൂടുതൽ മലയാളം അല്ലാണ്ട് പാടാൻ ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയാൻ ഏതായിരിക്കും? ഹിന്ദി. ഓഫ് കോഴ്സ് ഹിന്ദിയാണ്. എനിക്ക് ഹിന്ദി അത്യാവശ്യം തെറ്റില്ലാതെ സംസാരിക്കാനും സാധിക്കും. അപ്പം അത് പക്ഷേ എനിക്ക് പാടുന്നതിൻ്റെ ഡിക്ഷനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഹിന്ദി പാട്ടുകളും അതേപോലെ തന്നെ ആയിരിക്കും. ആണ്. അത് കുറച്ച് ജോത്സിന് ഹിന്ദി അല്ലെങ്കിൽ പോലും ഇപ്പം പറയില്ല നേരത്തെ പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തിരിക്കണമെന്ന് നോക്കിയിട്ട് ആ രീതിക്ക് മലയാളത്തിൽ എഴുതും. മലയാളം പാട്ട് തന്നെ മലയാളം സോങ് അവർ കൊടുത്തിരിക്കുന്ന പ്രൊനൗൺസിയേഷൻ പഴയ പാട്ടുകൾക്ക് ഒരു ചിലപ്പോൾ ഒരു ഇകാരോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ എഴുതി വെക്കും. ഹൗ ടു പ്രൊനൗൺസ് എന്നുള്ളത്. അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സ് അല്ല, ഈ ഇപ്പോൾ സുശീലാമ്മ മാധുര്യമ്മയൊക്കെ ആണെങ്കിൽ പോലും ചില വേർഡ്സിൽ ചില അക്ഷരങ്ങൾ മലയാളം പറയുമ്പോൾ അങ്ങനെ എഴുതി വെക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഹിന്ദിയിലും അവരെങ്ങനെയാണ് ഇപ്പം നോർമൽ ഒരു ഹിന്ദി വേർഡ് ആണെങ്കിൽ പോലും അവർ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഉച്ചാരണം വേറൊരു രീതിയിൽ കുറച്ചൊന്ന് ചേഞ്ച് വരുത്തിയിട്ടാണ് സ്റ്റൈലിഷ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മലയാളത്തിലല്ല ഹിന്ദിയിൽ എഴുതുമ്പോൾ പോലും അതിന് വേണ്ട ചേഞ്ച് അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എൻ്റെ ആ ബുക്ക് നോക്കിയിട്ട് പാടണം എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരു രീതിയിൽ അത് എഴുതും. സ്വന്തം ലിപി. അത് ചിലപ്പോൾ ഒരു ചെറിയ കേർവ് ആയിരിക്കാം, അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ അതെന്താ അവിടെ അവർ ഉദ്ദേശിച്ചിരിക്കണമെന്ന് അങ്ങനെ പാടും. പഴയ ഹിന്ദി ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, മേരാ സായ, തൂ ജഹാ ജഹാ ചലേഗ. എന്നാലേ അന്നത്തെ കാലത്തുള്ള ഇപ്പൊ മലയാളത്തിലെ പോലെ തന്നെ ഹിന്ദിയിലെ ചില പാട്ടുകളുടെ കവിതയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈവൻ വിതൗട്ട് മ്യൂസിക് നമ്മളത് ജസ്റ്റ് കവിതയായിട്ട് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോകും. തീർച്ചയായിട്ടും എവിടെ നിന്നാണ് ഈ ഭാവന വരുന്നത്? ഈ പാട്ട് വരികൾ ഓർത്ത് നോക്കുകയാണെങ്കിൽ ജോത്സന ഇത് നമുക്ക് എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ പ്ലേസ് ചെയ്യാവുന്ന ഒരു ലിറിക്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പൊട്ടത്തരാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും തൂ ജഹാ ജഹാ ചലേഗ മേരാ സായ സാത്ത് ഹോഗ, അത് നീ എവിടെയൊക്കെ പോയാലും എൻ്റെ നിഴൽ നിന്നെ കൂടെ ഉണ്ടാവും, പിന്തുടരും എന്നാണ് അർത്ഥം. അതിപ്പം ഒരു സിസ്റ്റർ പോകുമ്പോൾ ഒരു ബ്രദർ പറയുന്നതാവാം, ലവേഴ്സ് തമ്മിലുള്ളതാവാം, മകൻ ദൂരെ പോകുമ്പം അമ്മ ആലോചിക്കുന്നതായിട്ടാവാം. ഇല്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. സത്യം തീർച്ചയായും. ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഈ പാട്ട് ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. ഇപ്പോൾ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയണം, ഇപ്പം നമ്മളെല്ലാവരും പറയും കുറേ പാട്ടുകാരുണ്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ ലതാജി ആശാജി എന്നുള്ളൊരു ഓപ്ഷൻ തന്നാൽ ചേച്ചിക്ക് അതിൽ നിന്ന് ലതാജി ഒരു പേഴ്സണൽ ലതാജി തന്നെയാണ്. ഹിന്ദി സോങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എത്ര പാട്ടുകൾ അതിൻ്റെ പിന്നിൽ അന്നത്തെ കാലത്ത് പരിമിതമായിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് റെക്കോർഡ് ചെയ്തേക്കണ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു സോൾ ടച്ചിങ് എക്സ്പീരിയൻസ് ആണല്ലേ ശരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്ര കേട്ടാലും മതി വരില്ല എന്ന് തന്നെ പറയാവുന്ന പാട്ടുകൾ തന്നെയാണ്. അതേപോലെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടിനെ പറ്റി ഇപ്പോൾ ചേച്ചി പറഞ്ഞത്, മെഹദി അലി ഖാൻ ലിറിക്സ്, മദൻ മോഹൻജിയുടെ മ്യൂസിക്. മദൻ മോഹൻ അദ്ദേഹം ഒരു സംഭവമായിരുന്നു അല്ലേ? പലപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ മദൻ മോഹൻജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ നമുക്ക് കിട്ടും. പക്ഷെ പല ഇങ്ങനെ ഫോറംസും ബ്ലോഗുകളൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ കുറെ പേര്, അതായത് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ അവർ പറയും മദൻ മോഹൻജിക്ക് അദ്ദേഹം ആക്ച്വലി അധികം സിനിമകൾ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ചെയ്തേക്കണ ലിമിറ്റഡ് നമ്പർ, ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സോങ്സ് ആണ്. അപ്പോൾ അത് പലരും കുറേ സീനിയർ ആയിട്ടുള്ള മ്യൂസിക് ലവേഴ്സ് ഒക്കെ പറയും അദ്ദേഹം ഡിസേർവ് ചെയ്തിരുന്ന ഒരു റെക്കഗ്നിഷൻ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. തീർച്ചയായിട്ടും അത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഇതിപ്പോ എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, പലരുടെയും കാര്യത്തിൽ വലിയ വലിയ കലാകാരന്മാർ പലർക്കും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് വെരി സാഡ് ആക്ച്വലി. പക്ഷെ എന്നാലും നമുക്ക് എനിക്ക് തോന്നുന്നു ഡ്യുവറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മദൻ മോഹൻജിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക് കോമ്പോസിഷൻ ആയിട്ടുള്ള പാട്ട് തന്നെ നമുക്ക് പാടാം. എന്തായാലും ചേച്ചിയുടെ ഇനിയും കുറേ കാര്യങ്ങളും പാട്ടുകളൊക്കെ കേൾക്കണമെന്നുണ്ട്. അപ്പം ലെറ്റ്സ് കീപ് ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു നല്ല പാട്ട് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
चलेगा मेरा साया साथ होगा तो जहाँ जहाँ चलेगा मेरा साया साथ होगा मेरा साया मेरा साया मेरा साया मेरा साया। कभी मुझको याद करके जो बहेंगे तेरे आंसू, कभी मुझको याद करके जो बहेंगे तेरे आंसू, तो वहीं पे रोक लेंगे उन्हें आके मेरे आंसू। तू जिधर का रुख करेगा मेरा साया साथ होगा तो जहाँ जहाँ चलेगा मेरा साया साथ होगा मेरा साया मेरा साया मेरा साया मेरा साया। ചേച്ചി താങ്ക് യു. പിന്നെ